മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സംഘിക്കുപ്പായം അവർക്ക് വേണ്ടെന്നാണ്. യഥാർത്ഥത്തിൽ ഇവിടെ CPM മറച്ചു പിടിക്കാൻ വ്യഗ്രത കാണിക്കുന്നത് അവരുടെ ആ വർഗീയമായിട്ടുള്ള ആ ഒരു നിലപാടുകൾ തന്നെയല്ലേ? കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രി കാര്യം പറഞ്ഞത്. സംഘിക്കുപ്പായം തങ്ങൾക്ക് ചേരത്തില്ല, അത് കോൺഗ്രസിനെ പോലെയുള്ളവർക്ക് കുറെ നേതാക്കൾക്കാണ് ചേരുക എന്ന് പറഞ്ഞു. അദ്ദേഹം അത് പറഞ്ഞത് എന്തർത്ഥത്തിലാണെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ഏതൊക്കെ തരത്തിൽ നോക്കിയാലും സംഘപരിവാറുമായിട്ട് ഒളിഞ്ഞും തെളിഞ്ഞും എല്ലാം കലാകാലങ്ങളായിട്ട് സഖ്യമുണ്ടാക്കിയിട്ടുള്ളത്, ബന്ധം തുടർന്നിട്ടുള്ള ഒരു പാർട്ടി CPM ആണ്. അതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള വ്യക്തികൾ ഒരാളാണ് ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ. അദ്ദേഹം മുഖ്യമന്ത്രി അതിനുശേഷം സംഘപരിവാറുമായിട്ടുള്ള BJP-യുമായിട്ടുള്ള അവരുടെ ആ ബന്ധം കൂടുതൽ ദൃഢമായിട്ട് രഹസ്യമൊന്നും ഇനി പറയാൻ പാടില്ല, പരസ്യമാണ്. പല ഘട്ടത്തിൽ അത് പരസ്യമായിട്ടുള്ള കാര്യങ്ങൾ, PM ശ്രീ ആണെങ്കിലും ലേബർ കോഡൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് പരസ്യമാണത്. ആ ജനങ്ങൾക്ക് മനസ്സിലാകില്ല എന്നാണ് മുഖ്യമന്ത്രി. അവിടെയാണ് ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്. മുഖ്യമന്ത്രിയുടെ വിചാരം ഈ ജനങ്ങൾ ഇതൊന്നും അറിയുന്നില്ല, ജനങ്ങൾ ഇതൊന്നും കാണുന്നില്ല, ഞാൻ പറയുന്നത് ജനങ്ങൾ അങ്ങ് വിശ്വസിച്ചോളൂ. ഇപ്പൊ മുഖ്യമന്ത്രിയായിട്ട് ഇരിക്കുകയാണല്ലോ അദ്ദേഹം. അപ്പോൾ താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ വെള്ളം തൊടാതെ ജനങ്ങൾ അങ്ങ് വിഴുങ്ങും എന്ന ഒരു എന്താ പറയുക, ഒരു മൗഢ്യത്തിലാണ് മുഖ്യമന്ത്രി ഇരിക്കുന്നത്. ജനങ്ങളെ എങ്ങനെയും ഏത് കള്ളത്തരം പറഞ്ഞ് അവരെ കബളിപ്പിക്കാം എന്നൊരു ചിന്ത മുഖ്യമന്ത്രിക്കുണ്ട്. അത് നടക്കാൻ പോകുന്ന ഒരു കാര്യമല്ല. അദ്ദേഹം ഈ ചരിത്രങ്ങളും എല്ലാം തന്നെ മറന്നുകൊണ്ടാണ് കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് ഓരോ പ്രസ്താവനകളും അദ്ദേഹം നടത്തുന്നത്. അതിന് തുടർച്ചയായിട്ടാണ് ഇന്നലെ അദ്ദേഹം ഈ സംഘിക്കുപ്പായത്തിന്റെ കാര്യം പറഞ്ഞത്. നമ്മൾ അടുത്തിടയ്ക്കുള്ള കാര്യങ്ങൾ തന്നെ നോക്കുകയാണെങ്കിൽ ഈ സംഘപരിവാറുമായിട്ട് ചേർന്ന് മുഖ്യമന്ത്രി പോയിട്ടുള്ള, അല്ലെങ്കിൽ സംഘപരിവാറിനെ അനുനയിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ അവരെ അപ്പീൽ ചെയ്യാനായിട്ടൊക്കെ എത്രയോ സംഭവങ്ങൾ നമ്മൾ കണ്ടു. തൃശ്ശൂരിലെ പൂരം കലക്കിയ സംഭവത്തിൽ അല്ലെ, ADGP ആയിരുന്ന MR അജിത് കുമാർ RSSന്റെ നേതാക്കന്മാരെ അങ്ങോട്ട് പോയി കണ്ട് ചർച്ച നടത്തിയ സംഭവം. അതിനകത്ത് മുഖ്യമന്ത്രി ഒരു കാര്യവും ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ദിവസം അതുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അതിലെല്ലാം നടപടിയെല്ലാം സ്വീകരിച്ചു കഴിഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. എന്താണ് നടപടി സ്വീകരിച്ചത് നമുക്കറിയത്തില്ല. പിന്നീട് PM ശ്രീയുമായി ബന്ധപ്പെട്ടുള്ള അങ്ങേയറ്റം എതിർത്തുകൊണ്ടിരുന്ന PM ശ്രീ പദ്ധതിയെ അവസാനം ആരും അറിയാതെ, മുന്നണിയെ പോലും അറിയിക്കാതെ, പാർട്ടി നേതാക്കളെ പോലും അറിയിക്കാതെ, പാർട്ടി സെക്രട്ടറി പോലും അറിയാതെ വിദ്യാഭ്യാസ മന്ത്രി അവിടെ ചെന്ന് വിദ്യാഭ്യാസ വകുപ്പിന്റെ സെക്രട്ടറി അവിടെ ചെന്ന് ഒപ്പിട്ടിട്ട് തിരിച്ചു വന്നു. അത് നമ്മൾ അറിഞ്ഞു. പിന്നീട് അത് വിവാദമായപ്പോൾ ഒരു വഴിയുമില്ലാതെ വന്നപ്പോഴാണ് കത്തെഴുതുന്നൊക്കെ പറഞ്ഞിട്ട് CPI അനുനയിപ്പിക്കാൻ വേണ്ടിയാണ് കത്തെഴുതുന്നത്. കത്തെഴുതുന്ന കാര്യമൊന്നുമില്ല, അത് ഒരു പദ്ധതി നടപ്പിലാക്കി കഴിഞ്ഞാൽ പിന്നീട് അത് പിൻവാങ്ങുക എന്നൊക്കെ പറഞ്ഞാല് നടക്കാത്തൊരു കാര്യമാണ്. അത് മുഖ്യമന്ത്രിക്കും അറിയാം. അതുകൊണ്ട് CPIയുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടൊരു കത്തെഴുതിയതൊക്കെയാണ്. അത് നമുക്ക് കഴിഞ്ഞ ദിവസം അറിയാമല്ലോ. ധർമ്മേന്ദ്ര പ്രധാൻ രാജ്യസഭയിലെ ജോൺ ബ്രിട്ടാസിനെ എത്തിക്കൊണ്ട് പറഞ്ഞത് ഞങ്ങൾക്കിടയിലെ പാലമായ ജോൺ ബ്രിട്ടാസ് ആണെന്നാണ്. അതിന് ഈ MP ഗോവിന്ദന് കൊടുത്ത മറുപടി എന്താണെന്ന് നമ്മൾ കണ്ടില്ലേ? അതേ പാലമാണ്, ഇനിയും പാലങ്ങൾ ഉണ്ടാകുമെന്നാണ് പറഞ്ഞത്. ഒളിഞ്ഞും തെളിഞ്ഞും ഒക്കെ ഇനിയും പ്രവർത്തനങ്ങൾ ഉണ്ടാകും, നിങ്ങൾ അങ്ങ് സഹിച്ചോളണമെന്നാണ് പറയുന്നത്. ഇതേ ഗോവിന്ദൻ കഴിഞ്ഞ ഒരു കുറച്ച് മാസം മുൻപ് അദ്ദേഹം ഒരു മാധ്യമത്തിന് നൽകിയ, മാതൃഭൂമിയില് നമ്മുടെ അഭിലാഷിന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം ഈ സംഘപരിവാറുമായിട്ട് പണ്ട് ചേർന്നു എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. അപ്പോൾ അഭിലാഷ് അങ്ങോട്ട് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഇപ്പോൾ പറഞ്ഞാൽ അത് തിരിച്ചടിയാകത്തില്ലേ, തെരഞ്ഞെടുപ്പ് കാലമല്ലേ, ഒന്നുമില്ല, എന്തിനാ ഇതൊക്കെ ഒളിക്കുന്നത്, ഞങ്ങൾ ചെയ്തിട്ടുള്ള കാര്യമാണെന്ന് തുറന്നു പറയാൻ മനസ്സ് കാട്ടിയൊരു സെക്രട്ടറിയാണ് MP ഗോവിന്ദൻ എന്ന് പറയുന്നത്. അപ്പോൾ അവര് ഇക്കാര്യങ്ങളൊക്കെ തുറന്ന് സമ്മതിക്കുന്നതാണ്, അവര് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന പാലങ്ങൾ ഇനിയും തുടരുമെന്ന് ഇനിയും ഉണ്ടാകുന്ന പാലങ്ങൾ എന്ന് പറയുമ്പോൾ അത് അവരുടെ നിലപാട് വ്യക്തമാക്കുകയാണ്. BJP-യുമായിട്ട് അല്ലെങ്കിൽ കേന്ദ്രത്തിലെ BJP-യുമായിട്ട് ഞങ്ങള് സഖ്യത്തിൽ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനം. അതിന്റെ ഒരു ഇത് കേരളത്തിലും ഉണ്ടാകും. അതിന്റെ ഒരു ബ്രാഞ്ച് കേരളത്തിലും അവര് എന്നേ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ കേട്ടതാണല്ലോ. CPM-ന്റെ തന്നെ നേതാക്കൾ വന്ന് കടകംപള്ളി അവിടെ BJP-യുമായിട്ട് സഖ്യത്തിലാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത് നമ്മൾ കേട്ടു. അവിടെ കൊണ്ട് അവസാനിച്ചു. ഈ ഏറ്റവും ഒടുവിൽ ലേബർ കോഡ് അല്ലെ, ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ഈ പദ്ധതികളൊക്കെ തന്നെ തുടക്കത്തിൽ എതിർക്കുന്ന, വാളെടുത്ത് മുന്നിൽ നിന്ന് എതിർക്കുന്നത് CPM ആണെന്നേ ഈ പറയുന്ന ഈ പിണറായി വിജയനും എന്താ പറയുക ശിവൻകുട്ടിയും ഒക്കെയാ. രണ്ടും ശിവൻകുട്ടിയുടെ വകുപ്പിൽ. അതാണ് പ്രധാനപ്പെട്ട വിഷയം. രണ്ട് ശിവൻകുട്ടിയുടെ വകുപ്പുകളാണ്. ആരും അറിയാതെ പോയി അത് രണ്ടും ഒപ്പിട്ട് അത് നടപ്പിലാക്കാനുള്ള നടപടികൾ ഇവിടെ പൂർത്തിയാക്കി കഴിഞ്ഞ് ആ ലേബർ കോഡ് അത് 2020 അത് പാസ്സാക്കുന്ന പാർലമെന്റ് നിയമം. 2021 തന്നെ ഇവിടെ അതിന്റെ ചട്ടങ്ങളെല്ലാം വിജ്ഞാപനം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഈ ഇവിടുത്തെ തൊഴിലാളി സംഘടനകൾ ഒന്നും അറിഞ്ഞിട്ടില്ല. CITU അറിഞ്ഞില്ല, കോൺഗ്രസിന്റെ സംഘടനകളെ അറിയിക്കാണ്. CITU അറിഞ്ഞില്ല, AITUC അറിഞ്ഞില്ല, അത്തരത്തിലുള്ള സംഘടനകളൊന്നും അറിഞ്ഞില്ല. അവര് തന്നെ തുറന്നു പറഞ്ഞു ഞങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഒരു ശില്പശാല ഈ സംഘടനകളുടെ വിളിച്ചു ചേർക്കുന്നത്. അതിനുശേഷം അത് നടപ്പിലാക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഏറ്റവും ഒടുവിൽ അവരൊന്നും അറിയാതെ തന്നെ അത്
പോയി എന്താ പറയുക, ഈ പറയുന്ന കേന്ദ്ര സർക്കാർ അത് നവംബർ 21 അതിന്റെ വിജ്ഞാപനം പുറപ്പെടുവിച്ചു, ലേബർ കോഡ് നടപ്പിലായി എന്ന് പറഞ്ഞപ്പോഴാണ് വീണ്ടും അത് വിവാദമാവുകയും ഈ കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരികയും ചെയ്തത്. മന്ത്രി അന്നും പറഞ്ഞത് ഇവര് എന്താ പറയുക സംഘടനകളൊന്നും അറിയാതെ ഒന്നും ചെയ്യത്തില്ല എന്നാണ്, തൊഴിലാളി സംഘടനകള്. പക്ഷെ ഒരു മാധ്യമ മനോരമയാണ് അത് പുറത്തു കൊണ്ടുവന്നത്. അങ്ങനെയൊന്നും അല്ല, ഇതിനൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇതെല്ലാം റെഡിയാക്കി മന്ത്രി അപ്പം വെച്ചിട്ടുണ്ട് എന്ന കാര്യം പുറത്തു വന്നു. ഉടനെ തന്നെ വീണ്ടും അവിടെ കാലുമാറലുണ്ടായി. മലക്കം മറിഞ്ഞ് വീണ്ടും അത് മലക്കം മറിഞ്ഞ് ഓരോ കാര്യങ്ങൾ മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തില് സംഘപരിവാരമായിട്ട് ചേർന്ന് പോകുന്ന ഒരു നയവും നയപരിപാടികളുമാണ് മുഖ്യമന്ത്രി നയിക്കുന്ന LDF സർക്കാരിനുമുള്ളത്. അതിന്റെ ഒരു പാലങ്ങള് പറഞ്ഞ സത്യമാണ്, ഒരുപാട് പാലങ്ങളുണ്ട്. ഒന്നാണ് മന്ത്രിസഭയിലുള്ള ഒരു പാലമാണ് ഈ പറയുന്ന ഈ ശിവൻകുട്ടി എന്ന് പറയുന്ന ആള്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട പാലമാണ് ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്നത്. അദ്ദേഹം അവിടെ നിഷേധിച്ചില്ലല്ലോ, അത് നിഷേധിച്ചോ? നിഷേധിച്ചില്ല അദ്ദേഹം. മാധ്യമങ്ങളോട് വേറെ മറ്റു കാര്യങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നതാണ്, എനിക്കത് ക്രെഡിറ്റ് ആണ്, ഞങ്ങൾ പാലമായിട്ടല്ല അത് പാറയായിട്ടാണ് നിൽക്കേണ്ടത് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഞങ്ങളെ അദ്ദേഹം അഭിനന്ദിക്കുകയാണ് ചെയ്തത്. കേരളത്തിലെ MPമാര് CPM MPമാര് പണിയെടുക്കുന്നുണ്ട് എന്ന് BJPയുടെ മന്ത്രി തന്നെ പറഞ്ഞു എന്നൊക്കെയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അങ്ങനെയാണോ കാര്യങ്ങൾ? PM ശ്രീയില് പാർട്ടിയും മുന്നണിയും ഒരേപോലെ എതിർത്തിരുന്ന ഒരു സംഭവത്തെ അത് നടപ്പിലാക്കാനായിട്ടുള്ള ഒരു എന്താ പറയുക, അതിനുള്ള എല്ലാ ചരടുകളും ഭരിച്ചത് ബ്രിട്ടാസ് ആണ് എന്ന് ഒരു മന്ത്രി പറഞ്ഞപ്പോൾ അതിനെ ലഘൂകരിക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അപ്പോൾ അത്തരത്തിൽ ഈ BJPയുമായിട്ട് എന്നും എല്ലാ കാലത്തും ചേർന്ന് പോകുന്ന അല്ലെങ്കിൽ അവരുടെ നയപരിപാടികളെ ഒക്കെ തന്നെ ഏറ്റെടുക്കുന്ന അത് നടപ്പിലാക്കുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു പാർട്ടിയുടെ നേതാവ് മുഖ്യമന്ത്രിയാണ് പറയുന്നത്, ഈ സംഘിക്കുപ്പായം ഞങ്ങൾക്ക് ചേരത്തില്ല, അവർക്ക് ചേരുന്ന അത്രയും വേറെ ആർക്കും അത് ചേരത്തില്ല, സംഘികൾക്ക് പോലും ചേരത്തില്ല സംഘിക്കുപ്പായം. അതാണ് യഥാർത്ഥ കാര്യം എന്ന് പറയുന്നത്. കാരണം സംഘികള് മനസ്സിൽ എന്താ ആലോചിക്കുന്ന, ഈ നരേന്ദ്രമോദി അമിത്ഷായും മനസ്സിൽ കാണുന്നത് പിണറായി വിജയൻ ഇവിടെ മാനത്ത് കാണും, അത് ഇവിടെ നടപ്പിലാക്കും, ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അദ്ദേഹം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ വിടുവായത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മുഖ്യമന്ത്രി പദവിയിൽ പിണറായി വിജയൻ എന്തും പറയാം, പക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയന് അങ്ങനെ വായി വരുന്ന കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. അദ്ദേഹം ഈ യാഥാർത്ഥ്യത്തോട് ചേർന്ന് പോകുന്ന പ്രസ്താവനകൾ വേണം നടത്തേണ്ടത്. അത് കഴിഞ്ഞ ദിവസം അദ്ദേഹം ജമാഅത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ കാര്യങ്ങളും സമാനമായ രീതിയിൽ തന്നെയാണ്. അതൊക്കെ തന്നെ ഒരു രാഷ്ട്രീയത്തിന്റെ ഭാഗമാണത്. ആദ്യത്തെ 7 ജില്ലകള്, ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുക്കുന്ന 7 ജില്ലകൾ, അവിടെ അദ്ദേഹം ഈ പറയുന്ന ജമാഅത്തെ ഇസ്ലാമി UDFന്റെ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വലിയൊരു ന്യൂനപക്ഷ തീവ്രവാദമൊക്കെ തന്നെ ഇത് ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നു. അത് കഴിഞ്ഞിട്ട് വടക്കൻ മലബാറിലേക്ക് തിരഞ്ഞെടുപ്പ് പോകുമ്പോൾ അദ്ദേഹം സംഘപരിവാർ ഇതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള മുസ്ലിങ്ങളുടെ വോട്ട് ഒപ്പിക്കാൻ വേണ്ടിയുള്ള അവസാനവട്ട ശ്രമമൊക്കെ നടത്തുകയാണ്. പക്ഷെ അതൊന്നും വിലപ്പോകുന്ന ഒരു ലക്ഷണമില്ല. മുഖ്യമന്ത്രി ഇപ്പോൾ എന്ത് പറയണമെന്നറിയാതെ അദ്ദേഹം കടന്ന് വിരല് പിടിച്ചതില് വാലിന് തീ പിടിച്ച പൂച്ച ഓടുന്ന പോലെ കടന്ന് ഓടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ സംഘപരിവാർ ബന്ധം ഉൾപ്പെടെയുള്ള കാര്യങ്ങളെ കുറെ കാലമായിട്ട് കുറെ കാലങ്ങൾ ചർച്ച ചെയ്തിട്ടുള്ളതും അതില് CPM പ്രതിരോധത്തിലായ കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് അറിയാം. അവർക്ക് ചൂട്ടുപിടിക്കുന്ന ഒരു സമീപനമാണ് മുഖ്യമന്ത്രി എന്നും സ്വീകരിച്ചിട്ടുള്ളത്. അത് തന്നെയാണ് ഇപ്പോഴും തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഏതർത്ഥത്തിലാണ് ഈ സംഘിക്കുപ്പായം ഞങ്ങൾക്ക് ചേരത്തില്ല, സംഘിക്കുപ്പായം ഇട്ടുകൊണ്ടാണ് കൃത്യമായിട്ടൊരു ഇത് ഞങ്ങൾക്ക് ചേരത്തില്ല എന്ന് മുഖ്യമന്ത്രി പറയുന്നത് എന്നാണ് ഇതിനകത്തെ രസകരമായ കാര്യം.